ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് കുറേ 2-3 ടാർഗറ്റുകളൊക്കെ അടിച്ച ദിവസമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ബ്ലാസ്റ്റിംഗ് ട്രേഡുകളാണ് ദിവസമാണ്. നിഫ്റ്റിയിലും അത്യാവശ്യം നല്ല ട്രേഡ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ നമുക്ക് ആ ട്രേഡിലേക്കൊക്കെ പോവാം. അതൊന്നും ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യണ പോലെ രാവിലത്തെ എൻ്റെ ലെവൽസുകളായിരുന്നു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി കാണാമല്ലോ, നിഫ്റ്റി. നമുക്ക് ഈ ലെവൽസ് എങ്ങനെയാണ് പറയുക? ഈ ലെവൽസ് ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലെവൽസ് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ചാർട്ടിലേക്ക് പോവാം. ഇപ്പം നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത ലെവൽസ് നിങ്ങൾക്കിവിടെ കാണാം. ഇതായിരുന്നു നിഫ്റ്റിയിലത്തെ ലെവൽസ്. 28-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നിഫ്റ്റീനെ മൂവ് ചെയ്ത് കണ്ടില്ലേ, ഭയങ്കര ശോക മൂവ്മെൻ്റ് ആയിരുന്നു ഒരു 9:45 വരെയൊക്കെ. പിന്നെയാണ് ശരിക്കും മൂവ് ചെയ്ത് തുടങ്ങിയത്. ഇതിൻ്റെ എങ്ങനെയാണ് എൻട്രികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്യണ ഈ ക്യാൻഡിൽ കണ്ടില്ലേ, അതായത് ഈ ക്യാൻഡിൽ അതായത് നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് ബയ്യേഴ്സിൻ്റെ ഒരു റിജക്ഷൻ വരണം. അതായത് ബയ്യേഴ്സ് പിന്നെ മുകളിലേക്ക് ക്രോസ് ചെയ്തിട്ട് പോകരുത്. നമുക്ക് ബയ്യേഴ്സോട് റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ലെവൽസിലേക്ക് വരുമ്പോൾ ഇതേ ലെവലിൽ തന്നെ വരുമ്പോൾ ബയ്യേഴ്സ് റിജക്റ്റ് ആവണം. അപ്പോഴാണ് അടിയിലേക്കുള്ള എൻട്രി. ഇതിനിപ്പോൾ നമ്മൾ കൂട്ടണ്ട. ഇതിപ്പോൾ എങ്ങനെ എൻട്രി എടുക്കാം, കുഴപ്പമില്ല. ആണെങ്കിൽ ഒരു 10 പോയിന്റ് മുകളിലേക്ക് ബഫർ ഇട്ടിട്ട് എൻട്രി എടുത്താൽ ഇത് കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ലെവലുണ്ട് 24,145. ഇവിടെ ഉണ്ടല്ലേ, സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു, ബയ്യേഴ്സ് റിജക്റ്റ് ചെയ്തു. ഇത് നിഫ്റ്റിയിലത്തെ ഇൻഡെക്സ് ചാർട്ടിലത്തെ കാര്യം പറയണത്. അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഹോൾഡിങ് മൂവ്മെൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഈ സെല്ലേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്ത ശേഷം ബയ്യേഴ്സ് ഇതേ ലെവലിൽ റിജക്ഷൻ വന്നു. അതുപോലെ എൻട്രിക്ക് പോകാം. നമുക്ക് ലെവലിൻ്റെ മുകളിൽ SL വയ്ക്കുക, അല്ലെങ്കിൽ ക്യാനലിൻ്റെ മുകളിൽ SL വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ക്യാനലിൻ്റെ മുകളിൽ ക്ലോസിനോടുകൂടി ഇറങ്ങുക. ഇത്രയും 3 കണ്ടീഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇൻഡെക്സിൽ, അതായത് സ്പോട്ട് ചാർട്ടിൽ ട്രേഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയണത്. ഒന്നെങ്കിൽ ഈ ലാസ്റ്റ് ക്യാനലിൻ്റെ മുകളിൽ SL വയ്ക്കുക, അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്ന് എത്ര പോയിൻ്റാണ് SL അത്രയും വയ്ക്കുക, അല്ലെങ്കിൽ SL വയ്ക്കേണ്ടത് ഒരു ക്യാനലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ SL കൊടുക്കുക. ഇത് നമുക്ക് കാണാം എത്ര പോയിൻ്റ് വന്നു. നല്ല ക്ഷമ വേണം, എന്നാലേ കിട്ടുള്ളൂ. ഇത് ഇവിടെ നിന്ന് നല്ല മൊമെൻ്റ് അടിക്കുകയാണ്. 171 പോയിൻ്റൊക്കെ മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലെവലത്തെ കാര്യമാണ് പറയണത്. അവിടെ നിന്ന് മേടിച്ചവരുടെ കാര്യമാണ് പറയണത്. പിന്നെ ഇതിൽ വേറെ എൻട്രികൾ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ ലെവലിലേക്ക് വരണം. ടെസ്റ്റ് ചെയ്താലുള്ളൂ എൻട്രി. സ്പോട്ട് ചാർട്ട് പ്രകാരം അങ്ങനെ നോക്കിയിരിക്കാം കറക്റ്റായിട്ട്. ഇതേപോലെ തന്നെ ബാങ്കും ഇവിടെ നമ്മുടെ ലെവല് ബ്രേക്കാക്കി ലെവൽ ബ്രേക്കാക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല ക്യാൻഡിൽസ് കിട്ടും. അതാണ് ബ്രേക്ക്. അതിനുശേഷം സെല്ലേഴ്സ് വന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ബഫർ പോയിൻ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അത് അത്യാവശ്യം പോയിൻ്റ് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അവിടെ ട്രേഡ് എടുക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ അവിടെ ട്രേഡ് എടുക്കേണ്ട അത്രേ ഉള്ളൂ. വേറെ ഓപ്പർച്യൂണിറ്റി അതേ ലെവലിലേക്ക് വരണം. ഇവിടെ പിന്നെയും ഇതേ നമ്മുടെ ലെവലിൻ്റെ അടിയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് കാണാം ബയ്യേഴ്സ് മുകളിലേക്ക് ചെറിയൊരു ക്യാനിൽ ക്ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സെല്ലേഴ്സ് വന്ന് അടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് അങ്ങനത്തെ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് എടുക്കാം. അതായത് സെല്ലേഴ്സ് ക്ലോസ് ചെയ്ത അടിയിൽ ബയ്യേഴ്സ് ചെറിയൊരു ക്ലോസ് മുകളിൽ വെച്ചു, എന്നിട്ട് അപ്പോൾ തന്നെ സെല്ലേഴ്സ് വന്ന് അടിയിലേക്ക് ക്ലോസ് ചെയ്തു. അങ്ങനത്തെ മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു ബയ്യേഴ്സിൻ്റെ ക്യാനിൽ റിജക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇതേ ബയ്യേഴ്സിൻ്റെ ക്യാനിൽ റിജക്റ്റ്. ഇത് ബഫർ ഇട്ടിട്ട് എടുക്കേണ്ടത്. ഇത് എടുക്കണം എന്നൊന്നും ഞാൻ പറയണമെന്നില്ല, ഞാൻ കാണിച്ചു തന്നുള്ളൂ. പിന്നെ ഈ ലെവലിൽ കണ്ടില്ലേ, സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു, ബയ്യേഴ്സ് അപ്പൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ മോളിക്കുള്ള എൻട്രിയാണ് ഇവിടെ ഓപ്പൺ ആയി കണ്ടത്. ഈ ബയ്യേഴ്സ് മുകളിൽ സെല്ലേഴ്സ് ഈ ലെവലിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്തതിനോടി ബയ്യേഴ്സ് ക്ലോസ് ചെയ്തതിന് മോളിക്കുള്ള എൻട്രിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് SL അടിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം മെയിനായിട്ട്. ഇപ്പോൾ സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ്, അതായത് ക്ലോസ് ചെയ്യും, ബയ്യേഴ്സ് ഒരു ഇതേ ലെവലിൽ നിന്നൊരു റിജക്ഷൻ തരികയാണെങ്കിൽ നമുക്ക് പിന്നെ അത്രയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ടോ.
അതാണ് ഞാൻ പറയണത്. പിന്നെ ഇതൊരു നല്ല ട്രേഡ് ഇവിടെ വേണ്ട. സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു, പിന്നെ ബയ്യേഴ്സ് റിജക്റ്റ് ചെയ്തു. ഇത് ചെറിയൊരു സ്ഥലമുള്ളൂ. SL കൊടുക്കാൻ 20 പോയിൻ്റ് ഉള്ളൂ, അതായത് 10 പോയിൻ്റൊക്കെ പോവുള്ളൂ. നമുക്ക് 30 പോയിൻ്റൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ ഈ ട്രേഡൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ വൺ വേ മൂവ്മെൻറ്റ് തന്നെയാണ് 130 പോയിൻ്റ് പോയിട്ടുണ്ട് ഇടയിൽ. ഇത് സ്പോട്ട് ചാർട്ട് പ്രകാരമുള്ള ട്രേഡിങ് ആട്ടോ പറയണത്. ഇതിപ്പോൾ ഇവിടെ ഇതേ ലെവലിൽ തന്നെ മോളിക്ക് ബയ്യേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിലേക്ക് റിജക്റ്റ് ചെയ്തു. പിന്നെയും ബയ്യേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് കറക്റ്റ് അവിടെ പിന്നെ റിജക്റ്റ് ആയി. ആ ടൈമിൽ നമുക്ക് ട്രേഡ് ഓപ്പൺ ആണ് അവിടെ. അതിൽ നമുക്ക് ബഫർ പ്രൈസ് ഇടാം, പക്ഷെ അത് SL പോകും. ടെസ്റ്റ് ചെയ്ത ലെവലിലേക്ക് പിന്നെയും തിരിച്ചു വരുമ്പോൾ ഇത്തിരി കോഷ്യസ് ആയിട്ടിരുന്ന് ട്രേഡ് ചെയ്യുക. ഇവിടുത്തെ ടെസ്റ്റ് ഫെയിലായെങ്കിൽ കൂടിയും ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം പ്രോഫിറ്റ് വരുന്ന ക്യാൻഡിലാണ്. 93 പോയിൻ്റ് മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇത് തിരിച്ചിറങ്ങിയ സമയത്ത് നല്ലൊരു സ്ട്രോങ് റിജക്ഷൻ വന്നു. പിന്നെ ബയ്യേഴ്സ് ഇവിടെ കണ്ട കറക്റ്റ് ക്ലോസ് ചെയ്ത് അടിയിൽ അങ്ങനത്തെ ഒരു ഡോജി ഇട്ടു. അവിടെ 2 ക്യാൻഡിലോണ്ട് തന്നെ പ്രോഫിറ്റാണ്. 200 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് കിട്ടും അവിടെ. ഇതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ ലെവലുകൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ സ്പോട്ട് ചാർട്ട് പ്രകാരം എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പ്രോഫിറ്റ് വന്ന നമ്മുടെ ടാർഗറ്റുകൾ അടിച്ച ട്രേഡിലേക്ക് പോവാം. നമുക്ക് ടെലിഗ്രാമിലേക്ക് പോവാം. ടെലിഗ്രാമിൽ ഞാട്ടുണ്ടായിരുന്നത് 200 പോയിൻ്റ് എത്തുള്ളിയ മൂവ്മെൻറ്റ്. ഞാൻ ഇന്നലെ ഏത് പോയിൻ്റ് മേടിക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് 200 പോയിൻ്റ് പ്ലസ് മൂവ്മെൻറ്റ് എത്തുള്ളിയെന്ന് തന്നിട്ടാണ് നമുക്ക്. അത് $350 പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത്. അത് 50 അല്ല, 50ൻ്റെ മുകളിൽ ഉണ്ട്. ഒരു 100ൻ്റെ അടുത്ത് ഒരേ സ്ട്രൈക്കിൽ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് മാത്രമേ വന്നു. PCയും മേടിച്ചിട്ട് ഒരേ സ്ട്രൈക്കിൽ $100 പ്രോഫിറ്റ്, ഏതാണ്ട് $100 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്ട്രൈക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം, അതായത് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അപ്പോൾ നിഫ്റ്റി വരും. നിഫ്റ്റിയുടെയാണ് പ്രൈസ് ഫസ്റ്റ് വരിക. പിന്നെ 9-7 ആകുമ്പോൾ ബാങ്ക് നിഫ്റ്റി പ്രൈസ് ഇടും. അത് എത്ര പോയിൻ്റ് അപ്പാണ് ഡൗൺ ആണെന്ന് ഇടും. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ് ദ മണി, ഇൻ ദ മണി, കറക്റ്റ് അറ്റ് ദ മണി, കറക്റ്റ് ഇൻ ദ മണി, അങ്ങനത്തെ സ്ട്രൈക്കുകളൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ അതിലൊക്കെയാണ് ഈ OI ഡാറ്റ ഒക്കെ ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ല സ്ട്രോങ് മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി അറ്റ് ദ മണി, ഇൻ ദ മണി സ്ട്രൈക്ക് ആഡ്. അത് നിങ്ങൾ സ്വയം ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് ആഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രമേ നോക്കിയിരുന്ന കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സ്ട്രൈക്ക് ആഡ് ചെയ്യുക. അതായത് നല്ല സ്ട്രൈക്ക് എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഇത് നമുക്ക് ട്രേഡിലേക്ക് പോകാം. രാവിലെ ഞാൻ നിഫ്റ്റി 24,300 PE, 24,300 CE ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു. 52,400 CE, 52,400 PE ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇന്നത്തെ ആകെ ഈ 4 സ്ട്രൈക്ക് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിലാണ് നമുക്ക് ഗംഭീര പ്രോഫിറ്റ് വന്നതാണ്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ആർ നോട്ട് സെയിം മൂവ്, സോ ബി കെയർഫുൾ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നിഫ്റ്റിയുടെ എക്സ്പീരിയൻ ആണ്. അപ്പോൾ അപ്പോഴും കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറഞ്ഞു. മാനിപ്പുലേഷൻ സിസ്റ്റം പോലെ നടക്കും. SL കീപ്പ് ട്രേഡിംഗ് എന്നാണ് പറഞ്ഞത്. SL അടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുക. ഇന്ന് നിഫ്റ്റി എക്സ്പീരിയൻ ആണ്. അപ്പോൾ SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇട്ടാണത് 24,300 PE, 86.40. അത് ട്രിഗറായെന്ന് പറഞ്ഞിട്ടാണ് കീപ്പ് SL എന്ന് പറഞ്ഞിട്ടുണ്ട്. 24,300 PE നമുക്ക് നോക്കാം കേട്ടോ. 24,300 PE. ഇതാണ് ട്രേഡ്. ഇതിൽ ട്രിഗർ അയക്കണത് ഈ ക്യാൻഡില കറക്റ്റ് 9:26 ക്യാൻഡിൽ ട്രിഗർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെവൽ മറ്റേ ലിമിറ്റ് ഇട്ട് നോക്കിയിരുന്നതാണ്, വേറെ ഒന്നല്ല. ലിമിറ്റിലാണ് നമ്മളൊക്കെ ഇട്ടുണ്ടാവുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ലിമിറ്റിൽ നോക്കിയിരിക്കുക. ഇത് ഏതൊരു ചെയ്താലും പ്രശ്നമില്ല. ഇത് നമുക്ക് 1:2 ഒക്കെ കണ്ടിട്ടാണ് അടിയിലേക്ക് പോന്നങ്ങണത്.
1:1 ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അത്യാവശ്യം കെയർഫുള്ളായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ ലോട്ടുകളൊക്കെ ഒന്ന് സെല്ല് ചെയ്ത് വിടുക. 1:2 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ലോട്ടൊക്കെ സെല്ലാക്കുക. 1:3 മാക്സിമം ലോട്ടൊക്കെ സെല്ലാക്കുക. ബാക്കിയുള്ള സ്ലോട്ടുകൾ അതായത് 1:5 വരെ നോക്കിയിരിക്കാം, കുഴപ്പമില്ല. നമുക്ക് എക്സ്പീരിയൻ ആണല്ലോ നിഫ്റ്റി, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ലെവലുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കണ്ട് ഒറ്റ ക്യാൻഡിലൊക്കെ ഷൂട്ട് ചെയ്ത് പോയി കണ്ടിട്ടില്ലേ, ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്കൊരു 10-20 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്. അത് അപ്പോൾ അത്രയും പോയിൻ്റ്. നമ്മൾ സാധാരണ നിഫ്റ്റിയിൽ 50 പോയിൻ്റാണ് നോക്കാറ്. 50 പോയിൻ്റ് എൻ്റെ റൂളാണ് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടം പോലെ ചെയ്യാം. 20 പോയിൻ്റ് എടുക്കാം, 30 പോയിൻ്റ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണ്. എന്തായാലും സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ പ്രോഫിറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ കേസ്. ഇതിലിപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, 20 പോയിൻ്റ് എടുത്ത് ടാർഗറ്റ്, ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തൊരു ഓർഡർ ഉണ്ടായിരുന്നു. അത് 53.95 ലെവലിൽ, 53.95 ലെവലിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ എടുക്കാം. ഇത് കണ്ടില്ലേ, 53.95 മുകളിൽ. ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിക്കൊക്കെ പോയി. പിന്നെ ഈ ട്രേഡൊന്നും എടുത്തില്ല എന്ന് മാത്രം. പക്ഷേ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു അത്. ഞാൻ ഇങ്ങനെ പോകുന്നു വിചാരിച്ചില്ല. ഈ ലെവലിൻ്റെ മുകളിൽ കയറി സെല്ലേഴ്സ് കണ്ടു. സെല്ലേഴ്സ് ഈ ഒരു ക്യാനിലാണ് സെല്ലേഴ്സ് കറക്റ്റ് റിജക്റ്റ് ആയിരിക്കുന്നത്. ഈ റിജക്ഷനിൽ തന്നെ കയറുക, പിന്നെ ഒന്നും പറയാനില്ല, അത് ബ്ലാസ്റ്റിംഗ് ആണ്. ഉണ്ട് നമുക്ക് 50 പോയിൻ്റ് തന്നെ 100 പോയിൻ്റ് തരുവര്. 3-4 ക്യാൻഡിൽ 100 പോയിൻ്റ്. അതായത് 4 മിനിറ്റ് ക്യാൻഡിൽ നിഫ്റ്റിയിൽ 100 പോയിൻ്റാണ് ഈ റൂൾ പ്രകാരം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പ്രോഫിറ്റ് മീൻസ് ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ റൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന ട്രേഡിങ് സെറ്റപ്പുകളാണ്. ഇത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കാമെന്നും. നമ്മുടെ റൂൾസ് ഇങ്ങനെയാണ്. അതൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് എന്താ ചെയ്യണമെന്ന് നമ്മൾ അറിയണം. പിന്നെയാണ് ഈ മൂവ്മെൻറ്റ് കിട്ടണത്. ഇതൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഇത് ഞാൻ കൊടുത്തിട്ടില്ല ഈ ട്രേഡ്, പറഞ്ഞിട്ടില്ല. ടെലിഗ്രാമിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഈ ട്രേഡ്, പറഞ്ഞു എന്നുള്ളൂ ആ സ്ട്രൈക്കിൽ വന്നപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു വാച്ച് മൈ ലെവൽസ് വർക്കിംഗ് 1:2 ഓൾമോസ്റ്റ് വെയിറ്റ് 1:3 ഓർ 1:5. 1:3 5 ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, 1:2 അടുത്ത് തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് വാച്ച് സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് 52,400 എപ്പോൾ കൊടുത്തതെന്ന് വെച്ചിട്ടോ 9:26 കൊടുത്ത ട്രേഡ് കേട്ടോ. 9:26 കൊടുത്ത ട്രേഡ് 9:52 ആയപ്പോഴാണ് ഞാൻ പറയണത്. വാച്ച് സെല്ലേഴ്സ് ആൻഡ് പ്രൈസ് ഫ്ലൈ, യു ഷുഡ് ബി ഓൺ ടൈം ദാറ്റ് പൊസിഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ടൈമിൽ ഞാൻ രാവിലെ തരുന്ന കോഴ്സുകളൊക്കെയും നിങ്ങളുടെ ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ ചാർട്ടുള്ളവർക്കാണെങ്കിൽ സേവ് ആയിട്ട് ഇടുക. അല്ലാതെ ഒന്ന് വരച്ച് വെക്കുക കറക്റ്റായിട്ട്. ആ ലെവലിൻ്റെ മുകളിൽ പോകുമ്പോൾ ബ്ലാസ്റ്റിംഗ് ആയിരിക്കും. അതാണ് ആ ലെവൽസിൻ്റെ പ്രത്യേകത. ഇത് 52,400 സി. അപ്പോൾ നോക്കാം 52,400 സി. ഇത് കണ്ടില്ലേ, ഞാൻ ആകെ 4 ആഡ് ചെയ്തിട്ടുള്ളൂ. 52,400 സി. $9.26 കൊടുത്ത ട്രേഡ് ഇവിടേക്ക് ഈ പച്ചക്കാനിലേക്ക് കൊടുത്താണ്. നമുക്ക് ആക്റ്റീവ് ആവണം നമ്മുടെ റൂൾസ് പ്രകാരം. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പനെ ട്രേഡ് എടുക്കുക. ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ അപ്പനെ ട്രേഡ് എടുക്കുക. ചിലപ്പോൾ ലിമിറ്റ് ഓർഡർ ഇട്ട് ഈ സംഭവം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പനെ ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റാണ്, ലിമിറ്റ് ഓർഡർ ഇട്ടുന്നവർക്ക് കിട്ടില്ല കേട്ടോ. ഇത് ബ്ലാസ്റ്റിംഗ് ആണ്. ഇതാണ് 100 പോയിൻ്റ് ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഈസി ഇതാണ്. അതാ ലെവൽസിൽ അങ്ങനെയാണ് അതിൻ്റെ വർക്കിങ്. പിന്നെയും പോയിട്ടൊക്കെ ഉണ്ട്. ഓൾറെഡി ഇതവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു 200 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് ആ ഒരൊറ്റ ട്രേഡിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ട്രേഡിലേക്ക് പോവാം.
നമുക്ക് അതിൽ 100 പോയിൻ്റ് പ്രോഫിറ്റാണ്. ഓൾ ടാർഗറ്റ് അച്ചീവ് 9.56 കേട്ടോ ഇട്ടേക്കണം. ഞാൻ പിന്നെ നിഫ്റ്റി 24,300 അതായത് നമുക്ക് മറ്റേ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കേണ്ട ഈ ട്രേഡും ആക്ടിവേറ്റ് ആയിക്കണത്. അപ്പോൾ നിങ്ങൾ എല്ലാ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ പറയുന്ന ലെവൽസൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. ഇത് ചിലപ്പോൾ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു നേരം വൈകുമായിരിക്കും, പക്ഷേ ലെവൽസൊക്കെ ആദ്യമേ തരുന്നുണ്ട്. 9.57 ഇട്ടുണ്ടായിരുന്നു, അത് അവിടെ ട്രിഗറായുണ്ട്. പക്ഷെ 9.49 ഈ ട്രേഡ് ഞാൻ തന്നത്, അതായത് 9.49 കേട്ടോ അവിടെ 24,300. ഞാൻ 9.49 തന്നേക്കണത്, അതായത് ഈ പച്ചക്കാനിലാണ് ഞാൻ തന്നത്. ഈ ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടില്ല, എപ്പോഴാണ് ഞാൻ തരണത്. പിന്നെ നമ്മുടെ ലെവലിലേക്ക് വന്നു, കണ്ടില്ല നമ്മുടെ ലെവല്. ഈ ലെവലിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മൂവ്മെൻ്റ് ഉണ്ട്. ഈ മൊമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെല്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻട്രി എടുക്കുക. ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇട്ടിരിക്കാം. എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. ഇതിലൊരു 1:3 കണ്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റാണ് അത്. 1:5 തന്നെ എപ്പോൾ നോക്കിയാലും നോക്കിയിരിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. 1:3 ആണെങ്കിലും നിഫ്റ്റിയാണ്, എക്സ്പീരിയ ആണ്, ഡേ ആണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഡീക്ക് വല്ലാണ്ട് സംഭവിക്കും. ഡെൽറ്റ ഗാമ തീറ്റ ഇതൊന്നും അറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ടെലിഗ്രാമിൽ ചോദിക്കാം, ഞാനത് പറഞ്ഞിരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് 1:1 ഈസ് അച്ചീവ്, വെയിറ്റ് ഫോർ 1:3 or 1:5. ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻ്റ് നേട്ടാണത്. പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ 10:08 നമ്മുടെ ട്രേഡ് ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കിയതാണ്. പിന്നെയും ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ട്രേഡ്. 52,400 ട്രിഗറായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തരണത് 9:29 വന്ന ട്രേഡാണ് കേട്ടോ. 52,400 അത് 10:41 പറയണത് ഞാൻ ട്രിഗറായത്. അതായത് നമ്മുടെ ലെവലിൽ അപ്ലൈ വരണത്, നമ്മുടെ ലെവലിനെ ക്രോസ് ചെയ്ത് ശേഷം സെല്ലേഴ്സ് ഒന്ന് റിജക്റ്റായി, അപ്പോൾ തന്നെ ട്രേഡ് എടുത്തോ, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രേഡ് കിട്ടില്ല. അപ്പോൾ തന്നെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നമുക്ക് ഈസി 100 പോയിൻ്റ് ആയിരുന്നു. നമുക്ക് കാണാം 100 പോയിൻ്റ് അച്ചീവ് ചെയ്തേക്കണത്. പിന്നെ അത് പോയിട്ടൊക്കെ ഉണ്ട്, നല്ല മൂവ്മെൻ്റ് ഉണ്ടായിക്കണത്. ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ SLലേക്ക് വരാണ്ടാണ് പറയണത്, വരാണ്ട് പോയിട്ടാണ് മൂവ്മെൻറ്റ്സ് പറയണത്. ഞാൻ 200+ പോയിൻ്റൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ട്രേഡുകൾ. ഈ ട്രേഡൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് തിയറികൾ വെച്ചിട്ടാണ് ഈ ട്രേഡുകളും ഈ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമ്മൾ എപ്പോൾ നോക്കിയാൽ നിഫ്റ്റിൻ്റെയും ബാങ്ക് നിഫ്റ്റിയുടെയും സ്പോട്ട് ചാർട്ട് നോക്കിയിരുന്നിട്ടല്ല സ്ട്രൈക്കിൽ ഞാൻ ട്രേഡ് ഇടുന്നത്. ഓൺലി സ്ട്രൈക്ക് മാത്രം നോക്കിയിട്ടാണ്. പ്രൈസിൻ്റെ മൂവ്മെൻ്റാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് ഇതൊരു നല്ല രീതിക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരാളിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇത് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർക്ക് എന്നോട് ചോദിക്കാം. പെയ്ഡാണ്, പക്ഷേ നിങ്ങൾക്ക് വർത്തിറ്റായിരിക്കും. അത് ലൈഫ് ലോങ്ങിലേക്കുള്ള കാര്യമാണ്. പെയ്ഡായിരിക്കും, പക്ഷേ വർത്തിറ്റായിരിക്കും. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം, അത് ഫ്രീ ആണ്, ഒരു വിഷയമില്ല. എല്ലാ ട്രേഡ് എടുക്കുക. ഞാൻ പിന്നെ എനിക്ക് വേറെ ടെലിഗ്രാമൊന്നുമില്ല, വേറെ പ്രീമിയം ഗ്രൂപ്പൊന്നുമില്ല. അതിൽ കയറിയിട്ട് പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ഇട്ട് തരാത്തൊന്നുമല്ല ആ ടെലിഗ്രാമിൽ. അത് അത്രയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണം. അവനെ ഓവർ ട്രേഡിങ്ങിന് നിൽക്കാത്തതാണ്, വേറെ ഒന്നുമല്ല. അല്ലാണ്ട് അവിടെ ഞാനിപ്പോൾ അത്രയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വേറെ ചാനലിൽ
വേറൊരു ടെലിഗ്രാമിൽ ഞാൻ വേറെ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല, അത്രേ ഉള്ളൂ. ആ ഒരു ടെലിഗ്രാമുള്ളൂ. അപ്പോൾ അതിന് 10 പൈസ തരേണ്ട ആവശ്യമില്ല, ഈസിയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഫോറക്സ് മാർക്കറ്റാണ്. ബിറ്റ് കോയിൻ എത്രയാണ് അതിൽ ട്രേഡ് ചെയ്യണത്. അത് നമ്മൾ പിയും സിയും ബൈ ചെയ്യലാണ്. അതിന് ഇങ്ങനത്തെ പ്രോപ്പർ ലെവലുകളുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയും സിയും ബൈ ചെയ്യല. അത് എത്ര പേർക്ക് എക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, ദഹിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിയും സിയും മേടിച്ചിടുന്ന പരിപാടി. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹ്യൂജ് പ്രോഫിറ്റ് വരുന്ന ഒരു മെത്തേഡാണത്. ഞാനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാനില്ല. പിയും സി ഞാൻ ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ പിയും സിയും മേടിക്കണം എന്ന് പറയുമ്പോൾ അതിപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ചെയ്യണ ഒരു ട്രിക്കാണല്ലോ ഞാൻ പറഞ്ഞു തരേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഒരു ലെവലുണ്ടെന്ന് മാത്രം. പ്രത്യേക പ്രൈസുകളിലൊക്കെയാണ് ഇത് വർക്കാവുള്ളൂ. അല്ലാണ്ട് ബിറ്റ് കോയിനും എത്രയൊന്നും എല്ലാ പ്രൈസുകളിലും വർക്കാവില്ല. അതായത് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് തന്നെ എത്തണം. അത് ഞാൻ പറഞ്ഞു തരും കറക്റ്റായിട്ട്. അതും ഫ്രീ ഓഫ് കോസ്റ്റാണ്. ടെലിഗ്രാമിന് ജോയിൻ ചെയ്യാൻ ഞാൻ ടെലിഗ്രാമിൻ്റെ അപ്ഡേറ്റ് ചെയ്യും. എല്ലാ ദിവസവും അതിൽ അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡിങ് ആയിരിക്കും. ഇപ്പോൾ ബിറ്റ് കോയിൻ ഞാൻ മേടിക്കാൻ പറഞ്ഞ ലെവലുകളുണ്ട്, അത് എത്തിയിട്ടില്ല. എത്രയും ഞാൻ മേടിക്കാൻ പറഞ്ഞ ലെവലുണ്ട്, അത് എത്തിയിട്ടുണ്ട്. എത്രയും ഓൾറെഡി ഒരു 200+ പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ്. അതിലൊരു $100 പ്രോഫിറ്റൊക്കെ ഒരാൾക്ക് വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലെവൽ. അത് പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഒരു 15 ദിവസത്തേക്കുള്ള ഹോൾഡിങ്ങാണ്. ഇത് 15 ദിവസം നിൽക്കില്ലേ, 15 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയാണ് ഞാൻ എടുക്കണ സ്ട്രൈക്ക്. പക്ഷെ നമ്മൾ 15 ദിവസത്തേക്ക് നിൽക്കൊന്നുമില്ലേ, നമുക്ക് അതങ്ങനെ പോയാൽ 2-3 ദിവസം കൊണ്ടൊക്കെ, അല്ലെങ്കിൽ മാക്സിമം 5 ദിവസം കൊണ്ട് അതിൽ ടാർഗറ്റ് അടിക്കും. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ്. അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അടിയിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയില്ലെങ്കിൽ, എങ്ങനെയാണ് അതിൽ ട്രേഡ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരാം, അതറിയാത്തവരാണെങ്കിൽ. ഇനി അപ്സ്റ്റോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ, സെറോദ, അപ്സ്റ്റോക്ക്, ഈ ട്രേഡിങ്ങൊക്കെ ഞാൻ എങ്ങനെ എടുക്കണേ, അതിൻ്റെ ലെവൽസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ അത് പെയ്ഡാണ്. പെയ്ഡാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ആനത്തല ബുദ്ധിയൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തതാണ് ബാക്കിയുള്ളവരെ ഒരു തോൽവി. വളരെ സിമ്പിളാണ് ഈ ലെവൽസൊക്കെ കിട്ടാൻ. പക്ഷേ നിങ്ങൾ ചാർട്ടിലിരിക്കണില്ലേ, അതാണ് പ്രശ്നം. ചാർട്ടിലിരുന്നാലാണ് ഈ ലെവൽസൊക്കെ കിട്ടുള്ളൂ. മാക്സിമം ചാർട്ടിലിരിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പറഞ്ഞുതരാൻ എനിക്ക് പറ്റുമത്. അതിനാണ് ഞാൻ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയണത്, വേറെ ഒന്നല്ല. കുറേ കാലമായിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾക്ക് പിന്നെ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ്, ബിഗിനറാണ്, ഫസ്റ്റ് ടു ലാസ്റ്റ് അങ്ങനെയൊക്കെ പഠിക്കണമെന്നാണെങ്കിലും ഞാൻ മേജറായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതും നമുക്ക് പെയ്ഡിൽ തന്നെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അതിന് കുറേ സമയം ചിലവുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ചാനലുകൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കല്ല, ഫ്രീ വീഡിയോസ് കുറേ ഉണ്ട്. ഈ ഫ്രീ വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു 100% ട്രേഡിങ്ങിൻ്റെ 20% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് അടുത്തൊരു സത്യം. നിങ്ങൾ SMC പഠിച്ചാലും ICT പഠിച്ചാലും ഏത് പ്രൈസ് ആക്ഷൻ ആര് പറഞ്ഞു പഠിച്ചാലും എല്ലാ കാൻഡിൽസ് പഠിച്ചാലും നിങ്ങൾക്കൊരു 20% അറിവ് മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ഉള്ളിൽ ഏത് പ്രൈസിന് എടുക്കണം, ഏത് ലെവലിൽ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊന്നും ആരും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതിന് മാത്രമുള്ള പേയ്മെൻറ്റ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും, കോഴ്സിൻ്റെ കാര്യം. കോഴ്സ് എന്നല്ല പറയണത് ഞാൻ. ഇത് അറിവില്ലാത്തവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു അറിവ്, എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കണ കേസല്ലാതെ പറയണത്. മിനിമം നമുക്ക് അത്യാവശ്യം 1 ലോട്ട് 2 ലോട്ട് സുഖമായിട്ട് ടെൻഷനായിട്ടില്ലാണ്ട് ട്രേഡ് ചെയ്യണ ഒരു മെത്തേഡാണ് പറയണത്. പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ആൾക്കാർ കയറിയിട്ട് അവർക്കും ഏൺ ചെയ്യാമല്ലോ, ഫ്രീ ആണല്ലോ ടെലിഗ്രാം. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മടിയുണ്ടതുകൊണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ ഫ്രൈഡേ ആണ്, ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഈ ആഴ്ചയിൽ അത്യാവശ്യം
ചിലപ്പോൾ 1-2 ലോസിക്കൊക്കെ പോയിണ്ടാകാം, എന്നാലും അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റ്, അതായത് ടാർഗറ്റുകൾ അടിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് കവർ ചെയ്ത് പോകുന്നുള്ളൂ അതിൽ. പിന്നെ ബിറ്റ്കോയിൻ ഇത്രയേ ഉള്ളതുകൊണ്ട് പിന്നെ അതിലും അത്യാവശ്യം പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ റിഗ്രറ്റ് ഒന്നുമില്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ട്രേഡ് പ്ലാൻ ചെയ്തേക്കണത്. ഞാൻ വളരെ സാധാരണ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് തന്നെയാണ്. വളരെ സാധാരണ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയണത്. ചിലവർക്കിത് പ്രൊഫഷണൽ അല്ല എന്നൊക്കെ തോന്നും. നമ്മൾ കാര്യം മാത്രമേ പറയണുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ കുറേ വാഗ്ദാനങ്ങളൊക്കെ തരാൻ എനിക്കും പറ്റും. പക്ഷെ അങ്ങനെയൊന്നും സംസാരിച്ച് ശീലിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.